ഈ പോത്തിറച്ചിയും ബീഫും ഒന്നാണോ? പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എളുപ്പത്തിൽ എന്നാൽ നല്ല രുചിയോടുകൂടി പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചിലേഴ്സ് പോത്തുകറിയുടെ റെസിപ്പി പറഞ്ഞുതരാം. കൂടെ പ്രോബയോട്ടിക് ഡ്രിങ്കായ കുമ്പായ കൊമ്പൂച്ചയും കൂടെ പരിചയപ്പെടാം. യവനാണ് പോത്ത് അഥവാ ബഫല്ലോ. ഇതൊരു റെഡ് മീറ്റ് ആണ്, പക്ഷെ ഗുണങ്ങൾ ഏറെയാണ്. ബീഫിനേക്കാളും കുറഞ്ഞ ലെവലിലാണ് ഫാറ്റ് ഉള്ളത്. എന്നാൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീനും വൈറ്റമിൻസും അയണും ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പോത്തിന്റെയും ബീഫിന്റെയും മീറ്റ് തിരിച്ചറിയാനും എളുപ്പമാണ്. ദാ ഈ കൊഴുപ്പ് വെള്ള കളറാണെങ്കിൽ അത് പോത്തിറച്ചിയായിരിക്കും. ബീഫിന്റെ കൊഴുപ്പാണെങ്കിൽ ഒരു യെല്ലോ കളറായിരിക്കും. നല്ല വെയിറ്റ് ഉള്ള പോത്താണേലും ഇനിയിപ്പോൾ വെയിറ്റ് കുറഞ്ഞ പോത്താണേലും അതിന്റെ ഇറച്ചിക്ക് രുചി കാണില്ല. മീഡിയം സൈസിലുള്ള ഒരു 75 കിലോ ഒക്കെ വരുന്ന പോത്തിന്റെ ഇറച്ചിയാണിത്. ഇനി നമുക്ക് പാചകം തുടങ്ങാം. കുക്കറിൽ ചെറിയ ഉള്ളി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇടുക. നല്ല പച്ച പപ്പായ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കുന്നത് മീറ്റ് നല്ല സോഫ്റ്റ് ആവാൻ സഹായിക്കും. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഇപ്പോഴേ ചേർക്കുന്നില്ല. നന്നായിട്ട് കഴുകി വെച്ച ബീഫ് കുക്കറിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ഇനി ഉപ്പും കരിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇറച്ചി ചൂടാവുമ്പോൾ തന്നെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങിക്കോളും. കുക്കാവാൻ മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 8 വിസിൽ വരെ വേണ്ടിവരും. രണ്ടാമത്തെ സ്റ്റെപ്പ് പാചകത്തിന് മെയിനായിട്ട് വേണ്ടത് ഇത്രയും ഐറ്റംസ് ആണ്. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും, സവാളയും ചെറിയ ഉള്ളിയും, പിന്നെ തേങ്ങാക്കൊത്തും കൂടെ വേണം. ചൂടായ വെളിച്ചെണ്ണയിൽ ഉലുവ ആദ്യം ചേർത്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയാൽ ഉടനെ തേങ്ങാക്കൊത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യേണ്ടത്. തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ദാ ഈ ഒരു പരുവാകുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളകിന്റെ നല്ലൊരു ഫ്ലേവറും എരിവും കിട്ടാനായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പോത്തിറച്ചി ചേർക്കാം. വെള്ളമൊന്നും ചേർത്തതല്ല, ഇറച്ചിയിൽ നിന്നിറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ചൊന്ന് വറ്റി കിട്ടണം. അവസാനമായിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ നല്ല മണമായിരിക്കും. ആദ്യമേ പറഞ്ഞതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് റെസിപ്പിയാണിത്. എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിലിട്ട് പാചകം ചെയ്താൽ ഇതിലും സിമ്പിൾ ആവില്ലേ എന്നൊക്കെ കമന്റ്സ് വരാം. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിന്റെ രുചി കുക്കറിലിട്ട് അടിച്ചാലൊന്നും കിട്ടില്ല. കുറച്ചൊന്നും മെനക്കെട്ടാൽ നല്ല രുചിയുള്ള ഒരു പോത്തുകറി നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഒരു പോത്തുകറി ചോറിന്റെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം. എന്നാലും ബെസ്റ്റ് കോമ്പിനേഷൻ പുട്ടാണ്. വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ അല്പം കൂടുതൽ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ട്. ആവശ്യത്തിന് പോത്തുകറിയും ചേർത്ത് ഒരു നേരം അങ്ങ് നന്നായിട്ട് കഴിക്കണം. നല്ല ഹെവി ഫുഡാണ്. ഇന്നിപ്പോൾ വേറെ ആഹാരത്തിന്റെ ആവശ്യമില്ല. ദാ പോത്ത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. പുട്ടിനും പോത്തുകറിക്കും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ കുഴച്ച് കഴിക്കണം. അതിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പോത്തുകറി വെച്ച് നോക്കുക. നല്ല ഹെവി ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഡൈജഷനും ഗട്ട് ഹെൽത്തിനും പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ഈ കുമ്പായ കൊമ്പൂച്ച. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതൊരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോത്തുകറിയുടെ റെസിപ്പി ആരും മറക്കണ്ട, ട്രൈ ചെയ്ത് നോക്കുക.